സാറിന്റെ ഒരു കാര്യം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഭവനത്തിൽ ഇവനെ കേറ്റരുതെന്ന്. എന്റെ വീട്ടിൽ കയറി ഒന്ന് ഇത് പറയാൻ നീ ആരാടാ? നിന്റെ വീടോ? ആ, തൽക്കാലം ഇത് എന്റെ വീടാ. എടാ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്തോ ചെയ്യടാ? അതെ, എന്റെ കൂട്ടുകാരന്റെ സുഹൃത്തെന്നുള്ള പരിഗണനയും പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത ആളെന്നുള്ള കൺസിഡറേഷനും ആ ഒറ്റ കാരണം കൊണ്ട് നിന്നെ ഒന്നും ചെയ്യുന്നില്ല. പറഞ്ഞു മനസ്സിലാടാ? നീ അശോക ക്ഷമിച്ചേളാ, ഞാനല്ലേ പറയുന്നത്. അടിച്ചു നിന്റെ പല്ലളക്കണ്ടടാ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി, എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും വന്നൊന്ന് പിടിച്ചു മാറ്റ്. അയ്യോ വേണ്ട സാറേ, അതിന്റെ ആവശ്യമില്ല. അവരടിച്ച് തീരട്ടെ. ഇവരെ കിടക്കുന്നത് നോക്കിക്കാതെ പിടിക്കട്ടോ. അശോക, അശോക, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക. അയാളെ തലയിൽ ഇടിക്കരുത്. അയാളെ തലയിൽ മുടിയില്ല. ശ്രദ്ധിക്കണം. അശോക, അശോക, ഞാൻ പറഞ്ഞു. ഇവന്റെ അഹങ്കാരം എന്നത്തോടെ എന്നാ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ കയറി വന്ന് ഇവൻ എന്തൊക്കെയാ തോന്നിവാസ കാണിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോന്ന് ഞാൻ പറഞ്ഞു. എവനോട് ഇറങ്ങിപ്പോൻ? മിസ്റ്റർ ജോജി കമ്മത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അശോകൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം. നിങ്ങൾ വാടക പോലും കൊടുക്കാതെയല്ലേ ഇവിടെ കഴിയുന്നത്? ജോജി കമ്മത്ത് നിങ്ങൾ പറയുന്നത് പോലെ വട്ടനോ കുഴപ്പക്കാരനോ അല്ല. ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്ന ഡബിൾ ബി ഗ്രൂപ്പിന്റെ യഥാർത്ഥ ചെയർമാനാണ്. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഇപ്പോഴിങ്ങോട്ട് കയറി വന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഈ പ്രശ്നത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പ്രകാശ് കുമാർ, അതായത് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എന്റെ ഹസ്ബൻഡ്, പോലീസ് ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ച് റിയൽ എസ്റ്റേറ്റിലേക്ക് തിരിഞ്ഞത് കോളനിയിൽ അധികം പേരൊന്നും അറിഞ്ഞു കാണാൻ ഇടയില്ല. നിങ്ങളും അറിഞ്ഞിരിക്കാൻ ഇടയില്ല. മിസ്റ്റർ ജോജി കമ്മത്ത് പ്രകാശ് ചേട്ടന്റെ ബിസിനസ് പാർട്ണറാണ്. ഈ വീട് ഉൾപ്പെടെ സിറ്റിയിലെ 12ഓളം വീടുകൾ ഞങ്ങളാണ് വാങ്ങിയത്. സംശയമുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ബോബനോട് ചോദിക്കാം. സോറി അശോക, ഞാൻ നിന്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞോണ്ടാ. എന്നോട് ഇത് വേണ്ടായിരുന്നു ബാബാ. വേണ്ട വേണ്ട വേണ്ട, ഇനി കൂടുതൽ സംസാരിച്ച ആളെ മെനക്കെടുത്തണ്ട. സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം.
കാമത്ത് സർ, ഇത്രയും നേരം ഞാൻ സാറിന് വേണ്ടി കച്ചവടത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചത്. ഇനി എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി സംസാരിക്കാം. കേട്ടോ സർ, ഞങ്ങളൊക്കെ ജവഹർ കോളനി എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. പോരടിച്ചും പൊങ്ങച്ചം കാണിച്ചും ഒരുപാട് ഗുലുമാലുകൾ ഒപ്പിച്ചും മത്സരിച്ചിട്ടുണ്ട്, കലഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ മനസ്സിനെയും മാരകമായി മുറിവേൽപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക്. കാരണം പരസ്പരം പറഞ്ഞു പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന കൊച്ചു കൊച്ചു കുസൃതികൾ എന്നും ഞങ്ങൾ ഒപ്പിക്കുമായിരുന്നു, ഒരു കുടുംബാംഗങ്ങളെ പോലെ. സാറ് ക്ഷമിക്കണം. ഒരു കള്ളം മറയ്ക്കാൻ എനിക്ക് ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വന്നു. ഒന്നും മനഃപൂർവ്വമല്ല, ആളാവാൻ വേണ്ടി ഞാൻ വെറുതെ. ഇത് എന്നെയും ഈ നിൽക്കുന്ന നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെയും തെറ്റിദ്ധരിപ്പിച്ചതിന് സോറി മിസ്റ്റർ അശോക്. ഐ എം റിയലി സോറി. നിങ്ങൾ എന്നെ മർദ്ദിച്ചതിനേക്കാൾ കടുത്ത ഭാഷയിലാണ് ഞാൻ നിങ്ങളോട് പ്രതികരിച്ചത്. ഈ വീട്ടിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താമസിക്കാം. അതോടൊപ്പം ഞാനൊരു ഓഫർ കൂടി നിങ്ങൾക്ക് തരുന്നു. എന്താ അത്? ഗൾഫിൽ BB കമ്പനിയിൽ നിങ്ങൾക്ക് മാന്യമായൊരു ജോലി, നിങ്ങൾക്കിഷ്ടപ്പെട്ട ശമ്പളത്തിൽ. മായ, ഞാനും പ്രകാശ് ചേട്ടനും കൂടി ഒരു ദിവസം വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. എല്ലാം ഈ ചക്കരക്കുട്ടിയുടെ ഐശ്വര്യവാ. വാ വാ മോളെ, വാ. ഏയ് എന്തോ ഇനി ഞാൻ നിങ്ങളുടെ ഈ കേസിൽ ഇടപെടുന്ന പ്രശ്നമില്ല, പറഞ്ഞേക്കാം. ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്താ അബദ്ധം? എന്തെങ്കിലും തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി ഞാൻ എടുത്തും വേണം. അതങ്ങനെ അങ്ങ് പറ്റിപ്പോയി സാർ. എങ്ങനെ ഉണ്ടാവില്ല? ഉണ്ടാകരുത്. AKCP നേറും നെറിയുള്ളൊരു പാർട്ടിയാണ്, അത് ഓർമ്മ വേണം. ശരി. ഇറങ്ങി വാ, ഞാൻ പറഞ്ഞില്ല ഇവിടെ തന്നെ കാണുമെന്ന്. എപ്പോഴും ജനങ്ങൾ ഇടകിടന്നത് വരകല. വാ അച്ഛനെ, ഇതാ ഞാൻ പറഞ്ഞ ആള്. ആരാ? ഫെഡറിക്ക്. ഹലോ പെഡലിക്. പെഡലിക്കല്ല, ഫെഡറിക്ക്. ഞാൻ നേതാവിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കേൾക്കണം, കേൾക്കാതെ പറ്റില്ലല്ലോ. അതെ, ഇതാരാണെന്ന് മനസ്സിലായ? നമ്മുടെ ചാണ്ടി ഫൗണ്ടേഷന്റെ ചെയർമാനല്ലേ? ചാണ്ടി ഫൗണ്ടേഷൻ ഇത്തവണ സമൂഹത്തിൽ മാതൃകാപരമായി ജീവിക്കുന്ന ഒരാൾക്ക് ഉത്തമ പുരുഷരത്ന അവാർഡ് കൊടുക്കുന്നുണ്ട്. അല്ല, അതെ, ഇത്തവണത്തെ അവാർഡ് നമ്മുടെ AKCPയുടെ പ്രസിഡന്റ് രവിയാശൻ എന്നെ കൊടുക്കണം. ഇത്തവണ ഈ അവാർഡിന് വേണ്ടി ഒരുപാട് പേര് രംഗത്തുണ്ട്. പക്ഷേ ബാലപ്പം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് നേതാവിന് തന്നെ തരണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചത്. അല്ല, തീരുമാനമൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇപ്പോഴെങ്ങനെയാണ് അവാർഡ് തുക? 10,001 രൂപയും പ്രശംസി പത്രവും ഒരു ശില്പവും. അല്ല, അവാർഡ് എത്ര റേറ്റിനാണെങ്കിൽ എനിക്ക് തരും? കഴിഞ്ഞ തവണ 50,000 രൂപയായിരുന്നു ഉത്തമ പുരുഷരത്ന അവാർഡിന്റെ റേറ്റ്. ഇത്തവണ തന്നാൽ അത് നേതാവിന് തന്നെ കിട്ടും. അല്ല ബാലപ്പ, കഴിഞ്ഞ തവണ ആർക്കായിരുന്നു ഈ അവാർഡ് കൊടുത്തത്? നമ്മുടെ അബ്കാരി നാരായണൻ. ഇത്തവണ പുള്ളിക്കാരന് ഈ അവാർഡിന് വേണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. അല്ല, പിന്നെ ഈ കുറഞ്ഞ തുകയ്ക്കുള്ള അവാർഡൊന്നും ഇല്ലയോ? 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പബ്ലിക് ഫിയറിനുള്ളത് ഒരൊറ്റ അവാർഡ് മാത്രമേ ഉള്ളൂ. ഇത് കിട്ടിയാൽ ധാരാളം ഗുണം ചെയ്യും. എസ്പെഷ്യലി യു ആർ എ പൊളിറ്റീഷ്യൻ. അല്ല, അത് ശകലം കൂടുതലല്ലേ? കൊടുത്തു വാങ്ങിക്കാശാനെ. അവാർഡ് കിട്ടിയോണ്ടല്ലേ ആശാൻ ഈ കോളനി ഭയങ്കര വെയിറ്റ് ആയിരിക്കും അല്ലേ?
ആണോ ഭയങ്കര weight ആ ഇല്ലേ? കാര്യമൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇത്രയും കൂടുതൽ തുക കൊടുത്തൊരു അവാർഡ് ചേട്ടാ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ. അഡ്ജസ്റ്റ് ചെയ്യണം. ആ. ഒരു അവാർഡ് കിട്ടിയിട്ട് കാലം കുറേ ആയി കേട്ടോ. പിന്നെ ഒരു 8-10 കൊല്ലം മുമ്പ് ഒരു നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് എനിക്ക്. നോബൽ സമ്മാനോ? എന്തിന് ബാലപ്പോ ഇയാൾ എന്തോ ഈ പറയുന്നേ? ദേ അക്കാലത്ത് പഞ്ചായത്ത് കലോത്സവത്തിന് ഒരു നോവലാണ് 1ാം സമ്മാനമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അറിയാവോ? ശരി. നോവൽ സമ്മാനം. അപ്പൊ ഇതെന്ത് പറയുന്നു? എനിക്ക് നാളെ പ്രസ് കമ്മിറ്റിയിലെ അവാർഡ് ഡിക്ലെയർ ചെയ്യാനുള്ളതാ. അല്ല സാറ് ഡിക്ലെയർ ചെയ്തോ? ഡിക്ലെയർ ചെയ്തോ? എന്ത്? നീ ഒന്ന് Declare ചെയ്യട്ടെ. മിണ്ടായിരി. നിങ്ങൾ ചെയ്യാൻ വരട്ടെ. എത്രയ്ക്കാണെങ്കിൽ എനിക്ക് അവാർഡ് തരും. ഫിക്സഡ് പ്രൈസാ 50,000. ക്യാഷ് പ്രൈസിനുള്ളത് വേറെ സംഘടിപ്പിക്കണം. ആരെ? നിങ്ങൾ തന്നെ. പ്രശംസാ പത്രവും ശില്പവും ഞങ്ങൾ തരും. ആ അപ്പോ 50ഉം 10ഉം 60,000 രൂപ. അതെ, എല്ലാ നാഷണൽ ഡെയിലിയിലും വാർത്ത വരും. ഓ. പിന്നെ ഇതെവിടെ പോകുന്നു? തട്ടി വീഴും. ആ അതെ, അതൊക്കെ ശരി. ഈ 60 എന്ന് പറയുന്നത് ശകലം കൂടുതലല്ലയോ? നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. അഡ്ജസ്റ്റ് ചെയ്യണം. ആ, ആ, ഒരു 40. ആ 40 മതി മതി. താഴട്ടെ താഴട്ടെ. താഴണോ? ദേ, 30 ഒരു 30,000 എങ്കിലും കിട്ടണം. അതും ബാലപ്പം പറഞ്ഞുകൊണ്ട് മാത്രം. താഴട്ടെ. കേക്ക് ബാലപ്പന് വേണ്ടിട്ട് താഴാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഒരു 10 രൂപ തരും. ഉറപ്പിക്കാമെങ്കിൽ അത് ഉറപ്പിക്കാം. നടക്കത്തില്ല. ദേ പോന്ന് ബാലപ്പ ഈ 10 ഞാൻ ഇപ്പൊ ശരിയാക്കുന്നത്. ഒരു മിനിറ്റ്. അതെ, നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. എന്തോ ശരിയാക്കാന്ന്? ദേ, ഒരു കാര്യം ഞാൻ പറയാം. കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന അവാർഡാണെങ്കിൽ അശോക് സാർ എപ്പോ അടിച്ചു മാറ്റി ചോദിച്ചാൽ മതി. അയ്യോ, അവൻ എന്തടിസ്ഥാനത്തിൽ അവാർഡ് മേടിക്കും? അയ്യോ, ഇപ്പൊ പഴയ പോലൊന്നും അല്ല. അയാൾ ഇപ്പൊ സാമൂഹ്യപരമായി സാമ്പത്തികപരമായി ഭയങ്കര പിടിപാടാണ്, ഭയങ്കര സെറ്റപ്പാണ്. സെറ്റപ്പ് ബാലപ്പ ഞാൻ പോവാ. എന്തെങ്കിലും മനമാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. എന്തിന് സാർ, ഞാൻ ഒന്ന് പറയാം. ഇല്ല 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 ഇല്ല, ഹൃദയം മാറ്റി വെച്ചിട്ട് എന്റെ മനസ്സ് മാറ്റുന്ന പ്രശ്നമില്ല. ഞാൻ ഒരു 30 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുമ്പോ ഇയാൾ എന്തായി പറയുന്നത്? അയ്യോ എന്തില്ല സാറേ, ഞാൻ ഒന്ന് പറയട്ടെ. ഈ 30,000 രൂപ അത്ര കൂടുതലൊന്നും അല്ല. ബാലപ്പ നീ നിന്റെ പാട് നോക്കി പോ. ദേ ഈ കാണിക്കുന്ന മോശമാണ്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇയാളോട് പോകാൻ പറ. ഇയാൾ എന്തെന്ന് അല്ല സാറേ, ഞാൻ താനെന്താ ഒന്നും മിണ്ടാത്തെ? തനിക്കൊരു 10 രൂപ കിട്ടുന്ന കാര്യമായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചു. ഏതായാലും വിടണ്ട, ഞാൻ കാര്യമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഒരു 40 അയാൾ ഒതുങ്ങിയിരുന്നെങ്കിൽ 10 രൂപ തന്റെ കയ്യിൽ ഇരുന്നേനെ. നിർബന്ധിച്ചാ നടക്കും. നിർബന്ധിക്കണ്ട. ഏ? അല്ല, താൻ ഇന്നലെ ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ. അശോകനോ അജയനോ ആരയാള്? ആ അയ്യോ, അതൊരു പാവം, നമ്മുടെ അശോക് സാറ് കോളനിയിലാ താമസിച്ചിരുന്നേ. ഇപ്പൊ നല്ല സെറ്റപ്പ് ആണെന്നാണ് പറയുന്നത്. റിയൽ എസ്റ്റേറ്റോ അങ്ങനെന്തോ പരിപാടിയൊക്കെ. അയാളെ ഒന്ന് പിടിച്ചാലോ? ശാന്തി ഫൗണ്ടേഷൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ പൊതുരംഗത്തും സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉള്ളവർക്ക് വർഷങ്ങളായി മിതമായ നിരക്കിൽ അവാർഡ് കൊടുക്കുന്ന ഒരു സംഘടനയല്ലേ? അതെ അതെ, എന്റെ പപ്പയാ ചാണ്ടി. ഈ വർഷത്തെ മാതൃകാ പുരുഷരത്നമായിട്ട് എന്നെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സമൂഹത്തില് ഇന്നത്തെ കാലത്ത് ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ വർഷത്തിൽ 1-2 അവാർഡെങ്കിലും കിട്ടണം. ആ അതെ അതെ അതെ. ആ, എന്നാ ഈ അവാർഡ് കൊടുക്കുന്നേ? അടുത്ത മാസം. ഈ സിനിമാക്കാരൊക്കെ അവാർഡ് വാങ്ങിക്കുന്ന കാണുമ്പോ എനിക്കും കൊതിയായിരുന്നു. ആ. അതെ, നിനക്കും അവാർഡ് വല്ലതും വേണേ പറഞ്ഞോണം. ആ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയൊരു അവാർഡ് ഉണ്ടായിരുന്നു. മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ്. ആ അത് മതി. പക്ഷേ അതിനാളായിപ്പോയി. അയ്യോ, മികച്ച രണ്ടാമത്തെ മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡാണെങ്കിലും മതിയായിരുന്നു. അയ്യോ, അടുത്ത വർഷം ആവട്ടെ. രണ്ടാമത്തേതല്ല, 1ാമത്തെ മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് നിങ്ങൾക്ക് തന്നെയായിരിക്കും. എന്തായാലും ഈ അവാർഡ് അശോക് സാറിന് തന്നെ കിട്ടുന്നു എന്നറിയുമ്പോ ഈ ജവഹർ കോളനിക്കാരാകെ ഒന്ന് ഞെട്ടും. ഞെട്ടിത്തരും. പിന്നല്ലാതെ. അത് ശരിയാ. എന്താ ശാനേത്? എന്താന്നോ വായിച്ചു നോക്ക്. എന്തുവാ? ഉത്തമ പുരുഷരത്ന അവാർഡ് അശോകന്. ആ ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്ത് വില കൊടുത്തു ഇത് വാങ്ങിക്കണമെന്ന്. കേട്ടാ? എടാ, ഈ AKCP രവിചന്ദ്രന് കാശ് കൊടുത്ത് അവാർഡ് മേടിക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. വേണ്ട, അശോക് സാറിന്റെ കാശുണ്ടായിരുന്നു, അയാൾ അവാർഡ് വാങ്ങിച്ചു. എന്ത്? വേറെ ആർക്ക് കിട്ടിയില്ലെങ്കിലും ഇതിപ്പോ അവന് പോടെ ആ പോട്ടെന്ന് കള ഒന്നുമില്ലല്ലോ. നമ്മുടെ ഒരു സ്നേഹിതനല്ലേ അവാർഡ് കിട്ടിയത്. സ്നേഹിതൻ അവന് ഗൾഫുകാരൻ കൂട്ടുകാരന് കിട്ടിയപ്പോ ദാ എന്റെ ഈ കരണക്കുറ്റി നോക്കി അടിച്ചവനാ അശോകൻ. ആശാനെ, ഒരു കർണത്തടിച്ചാൽ അതേ കാരണത്താൽ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കണമെന്നാണ് ആ മഹാൻ പറഞ്ഞിരിക്കുന്നത്.
ഏത് മഹാൻ? ലാല ലജപുത്രായ്. കഷ്ടം. അല്ല, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ശരി, ഉത്തമ പുരുഷരത്ന അവാർഡ് കിട്ടിയ അശോകനെ ഈ നാട്ടുകാരുടെ മുമ്പിൽ അയോഗ്യത കൽപ്പിച്ച് മാറ്റി നിർത്തണം. അതെ, അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്താനൊന്നും അയാൾ AKCB മെമ്പറൊന്നും അല്ല, അത് ഓർമ്മ വേണം. ബാലപ്പോ, എടാ, ഈ രവിചന്ദ്രൻ എന്ന സുസ്മേരവതനായ നേതാവിനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വിഷം തുപ്പുന്ന ഒരു ആഫ്രിക്കൻ കരടിയെ നീ കണ്ടിട്ടില്ല. ആഫ്രിക്കൻ കരടിയാ? ഞാൻ കാണിക്കും. നാളത്തെ സുപ്രഭാതം അതിനുള്ളതാണ്. നീ നോക്കിക്കോ. അതെ അതെ ആശാനെ, പക നല്ലതിനല്ല. പതയോ? പതയല്ല, പക. പക കൊണ്ട് നാശമല്ല നന്മ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ടോ? ആ ചരിത്രമൊക്കെ ഞാൻ തിരുത്തി കുറിക്കും. നീ നോക്കിക്കോ. നേതാവ് എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? മോളിക്കുട്ടി എനിക്ക് വേണ്ടിയിട്ടൊരു ദൗത്യം ഏറ്റെടുക്കണം. എന്ത് ദൗത്യം? പറയാം. എന്റെ സന്തത സഹചാരിയായ ബാലപ്പനെ പോലും ഈ ദൗത്യം ഏൽപ്പിക്കാത്തത് അവനെക്കാട്ടിലും മോളിക്കുട്ടിയെ എനിക്ക് വിശ്വാസമാണ്. അത് സാർ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞില്ല. പറയാം. ആദ്യം മോളിക്കുട്ടി അശോകന്റെ വീട് വരെ ഒന്ന് പോകണം. അവിടെ കുറച്ച് ദിവസം തങ്ങണം. എന്നിട്ട് സംഗതി ഞാൻ ഏറ്റു. പക്ഷേ കുടുംബം കുളം തോടുന്ന പണിയായതുകൊണ്ട് റേറ്റ് കൂടും. പറഞ്ഞോ, പറയുന്ന റേറ്റ് ഞാൻ തരും. ഈശ്വര, ആരാ ഇത്? വാ, ഇങ്ങോട്ട് വാ. കാണാനേ ഇല്ലല്ലോ. ഇതാ വരുന്നു പറഞ്ഞു പോയ ആളാ. ആ മുതിക്ക് തള്ള ഇവിടെ ഉള്ളിടത്തോളം കാലം ശരിയാവില്ല. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഞാനും ഒരു തമ്മിൽ തെറ്റും. എന്തിനാ വെറുതെ ഇവിടെ ഉള്ളവരെ മുഷിപ്പിക്കണേ? കിളവില്ലേ ഇവിടെ? ഇല്ല, ഓണാവധിക്ക് നാട്ടിൽ പോയിരിക്ക. ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. വാ. അയ്യോ, അല്ല മായമേ, ഇവിടുത്തെ ലാൻഡ് ഫോൺ കട്ടായോ? ഇല്ല. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലല്ലോ. അശോക് സാറിന്റെ മൊബൈലിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അശോകേട്ടന്റെ പഴയ നമ്പർ കട്ടായി. ഏതായാലും മോളെക്കുട്ടി വന്നത് നല്ല നേരത്താ. ഞാനിവിടെ മോളെയും കൊണ്ട് അടുക്കളയിൽ കിടന്ന് തല കുത്തി മറിയായിരുന്നു. കുഞ്ഞെവിടെ? ഒരു കണക്കിന് ഞാൻ അവളെ കിടത്തി ഉറക്കി. ഇനി ആ കിളവിത്തള്ള ഇങ്ങോട്ട് വന്നാ ഈ പഠിപ്പുരക്കകത്ത് ഞാൻ അവരെ കേറ്റില്ല. അല്ല, ഞാൻ വേണമെങ്കിൽ കുറച്ചു ദിവസം ഇവിടെ മായ്മയ്ക്കൊരു സഹായമൊക്കെ ആയിട്ട്. ശോ, ഞാനിത് മോളിക്കുട്ടിയോട് അങ്ങോട്ട് ചോദിക്കാനിരിക്കായിരുന്നു. എന്താന്നറിയില്ല, എല്ലാ വീട്ടിലും നിക്കണ പോലെ അല്ല, ഇവിടെ വന്ന് നിക്കുമ്പോ എന്റെ സ്വന്തം വീട്ടിൽ നിക്കണ പോലെ ഒരു സുഖവും സന്തോഷവും ഒക്കെയാ. എന്നാ ഇനി മായമോള് പേടിക്കണ്ട. അടുക്കളയുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. ദേ, ഉറങ്ങിയ കുഞ്ഞു കരയണ. ആ മായമോള് ചെല്ലേ. पुरुषरक्तम अशोक कुमार की, पुरुषरक्तम अशोक कुमार की, पुरुषरक्तम अशोक कुमार की, पुरुषरक्तम अशोक ധീരതയോടെ നയിച്ചോളൂ, പുരുഷരക്തം അശോക ധീരതയോടെ നയിച്ചോളൂ, പുരുഷരക്തം അശോക ധീരതയോടെ നയിച്ചോളൂ, പുരുഷരക്തം അശോക ധീരതയോടെ നയിച്ചോളൂ, പുരുഷരക്തം അശോക് കുമാർ की जय, पुरुषरक्तम अशोक कुमार की जय, पुरुषरक्तम अशोक की जय. ആശാനെ, ആരാന്നാ? ഞാൻ ബാലപ്പൻ. ഓ, കണ്ണടത്തുള്ള ഇരിപ്പ് കണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ അങ്കാവടി കത്തിപ്പോയി കേട്ടാ. നീ പേടിച്ചൊന്നുമില്ല. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ സന്തോഷത്തിലായിരുന്നു. സന്തോഷത്തിലാ? ഞാനൊന്ന് ഇഹലോകവാസം പിടിയുന്നത് കണ്ടിട്ട് വേണമല്ലോ നിനക്ക് മറ്റവരുമായിട്ട് ചേർന്ന് ഈ കോളനി കിടന്ന് അറുമാദിക്കാൻ. സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ആശാൻ എന്തുവായി പറയുന്ന? ആ, അതൊക്കെ പോട്ടു. ആ കണ്ണങ്കര മുക്കില് നാളെ AKCB മീറ്റിംഗ് വെച്ചിരിക്കുക. സ്റ്റേജ് ഏർപ്പാടാക്കിയിട്ടില്ല, മൈക്ക് സെറ്റ് ഏർപ്പാടാക്കിയിട്ടില്ല, ഒരു കാര്യം ഏർപ്പാടാക്കിയിട്ടില്ല. മോളിക്കുട്ടി കട്ടപ്പന അരമണിക്കൂർ കൂടെ കഴിയുമ്പോൾ ഇവിടെ എത്തും. അതിനു മുമ്പ് അവനെ പറഞ്ഞു വിടണം.